തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. തീരുമാനം തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ. ബിജെപിയുമായി സഖ്യത്തിനില്ല എന്നും തീരുമാനം. രാഷ്ട്രീയത്തിൽ പടയൊരുക്കം തുടങ്ങി ഇളയ ദളപതി വിജയ്. തന്റെ രാഷ്ട്രീയ പ്രവേശവും പാർട്ടി പ്രഖ്യാപനവും സിനിമാ സ്റ്റൈലാക്കിയ വിജയ് ഇപ്പോൾ ഇതാ മറ്റൊരു പ്രഖ്യാപനത്തിലൂടെ ആരാധകരെ മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. 2026 വരുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നടൻ വിജയിയെ പാർട്ടി പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ നടന്ന തമിഴക വെട്രിക്കഴകം സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് നിർണായക തീരുമാനം. അതേസമയം ബിജെപിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് വിജയ് വ്യക്തമാക്കി. പ്രത്യയശാസ്ത്ര ശത്രുക്കളുമായോ വിഭാഗീയ ശക്തികളുമായോ നേരിട്ടോ അല്ലാതെയോ ഒരിക്കലും സഖ്യം പാടില്ലെന്ന പ്രമേയവും പാർട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യങ്ങൾ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം പാർട്ടി വിജയ്ക്ക് നൽകി. ടിവിക്ക് അംഗത്വ അടിത്തറ വികസിപ്പിക്കാനും തീരുമാനിച്ചു. ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട്ടിലുടനീളം സംസ്ഥാന വ്യാപകമായി വിജയ് പര്യടനം നടത്തും. വോട്ടർമാരെ നേരിട്ട് കണ്ടും പിന്തുണ തേടും. അടുത്തിടെ നടന്ന ഒരു സർവേയിൽ സ്റ്റാലിൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യൻ വിജയ് എന്നാണ് കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ ശബ്ദമാകാൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തമിഴക വെട്രിക്കഴകത്തിനായി. സംസ്ഥാന മുഖ്യമന്ത്രി പദവി എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയ്ക്ക് നിരവധി വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.